നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ തകർക്കുന്ന 5 കാര്യങ്ങളാണ് ഇന്ന് വിശദമായിട്ട് സംസാരിക്കുന്നത്. നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. വളരെ ചെറുപ്പക്കാരിൽ പോലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖമാണ് സഹായബ്രത്തിൻസ് റീനൽ ഫെയിലിയർ, കിഡ്നി തകരാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എന്താണ് കാരണങ്ങളെന്നും അതിൻ്റെ വിവിധ സ്റ്റേജുകളും എങ്ങനെ നമുക്ക് നേരത്തെ അറിയാമെന്നുള്ളതാണ് വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. കോമൺ ആയിട്ടുള്ള 5 കാര്യങ്ങൾ: സാൾട്ടിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം, പ്രോപ്പറായിട്ടല്ലാത്ത വാട്ടർ ഇൻടേക്ക്, ആൽക്കഹോൾ ഓർ സ്മോക്കിങ്ങിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ് ലെസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ശാരീരിക അധ്വാനത്തിൻ്റെ വളരെ കുറവ്. ഇതാണ് റീനൽ ഫെയിലിയറിന് കാരണം പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. ഇനി എന്താണ് റീനൽ ഫെയിലിയർ എന്നും അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ടൈപ്സും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. നമ്മുടെ കിഡ്നിയുടെ നോർമൽ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും അത് പതിയെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇത് 2 തരത്തിലാണുള്ളത്: അക്യൂട്ട് ഓർ ക്രോണിക്. പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നത് ചില മെഡിസിൻ്റെ എഫക്റ്റ് കൊണ്ട്, മറ്റ് ആക്സിഡൻ്റൽ ഇഞ്ചുറീസ് കൊണ്ടുണ്ടാവണ പെട്ടെന്നുണ്ടാവുന്ന കാരണങ്ങൾ. ഇതിൻ്റെ സിംറ്റംസ് വളരെ പെട്ടെന്ന് തന്നെ യൂറിൻ പെട്ടെന്ന് പോവാതിരിക്കുന്ന അവസ്ഥ, മറ്റ് വളരെ പെട്ടെന്ന് തന്നെയാണത്. അത് 1 വീക്ക് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, വിത്തിൻ 2-3 ഡേയ്സ് കൊണ്ട് തന്നെ അത് റിക്കവറായിട്ട് മാറാറുണ്ട്, സപ്പോർട്ടീവായിട്ട് വിടും. മറ്റേത് ക്രോണിക്കാണ്. ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേജസ് ആയിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറഗുലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണിത്. ഡയബറ്റിക് ഉള്ള വ്യക്തി, ചില പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഡയബറ്റിക് ഉണ്ടോ? ഉണ്ട്. മെഡിസിൻ എടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മെഡിസിൻ ഒന്നും എടുക്കാറില്ല ഡോക്ടറെ. അതെന്താ മെഡിസിൻ എടുക്കാത്തത്? അതിങ്ങനെ കൺട്രോൾ ആവും, ചിലപ്പോൾ ഇങ്ങനെ കൂടും, ചിലപ്പോൾ കുറയും, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഹൈപ്പർ ടെൻഷൻ വരുമ്പോൾ ഇതെന്താ, അത് ഇപ്പോൾ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ അവരോടൊക്കെ അവെയർ ചെയ്യലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടവർ. കാരണം അവരോട് പറയും, നിങ്ങളിപ്പോൾ എടുക്കുന്ന ഡയബറ്റിക്കിൻ്റെ ബാക്കിയുള്ള കമ്പാരിറ്റീവ്ലി മെഡിസിൻ അപേക്ഷിച്ച്, ഇപ്പോൾ പെയിൻ കില്ലർ ആയാലും ആൻറ്റി ഹിസ്റ്റാമിൻ ആയാലും അതിനൊക്കെ അപേക്ഷിച്ച് വളരെ സൈഡ് എഫക്റ്റ് കുറവുള്ള, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്ന മെഡിസിൻസാണ് ഡയബറ്റിക്കിൻ്റെ ഹൈപ്പർ ടെൻഷൻ്റെയും. അത് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഇവർ അവെയർ അല്ല. റീനൽ ഫെയിലിയർ വരും, അതുപോലെ അത്രയും ബുദ്ധിമുട്ട്, പെട്ടെന്ന് തന്നെ കോംപ്ലിക്കേഷൻ. അപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് അവരതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ ഇറഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡയബറ്റിക്കിനും ഹൈപ്പർ ടെൻഷനും ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തതാണ് റീനൽ ഫെയിലിയറിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഒബേസിറ്റിയാണ്. മൂന്നാമത്തെ പ്രധാന കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. രാത്രി കൃത്യമായ സമയത്തല്ലാത്ത ഉറക്കവും വൈകിട്ടുള്ള ഉറങ്ങി എഴുന്നേൽക്കലും. നമ്മുടെ ഒരുവിധം അസുഖങ്ങളുടെയൊക്കെ കാരണം നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച് ചെയ്യാണ്. കാരണം കൃത്യസമയത്ത് ഉറങ്ങുന്നതിന് പകരം വളരെ ലേറ്റായിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സജീവമാണ്. വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുക. ഈ ലേറ്റായിട്ട് ഉറങ്ങുന്ന സമയത്ത് തന്നെ ഹൈ കലോറിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അത് ബോഡിയെ കൂടുതൽ ബേർഡൻ ചെയ്യുക. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രമുള്ള വാട്ടർ ഇൻടേക്ക്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായൊരു വിഷയമാണത്. നമ്മൾ പല വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറയുന്നതാണ്, പേഴ്സണലായിട്ടൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാലാണ് നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഫില്ല് ചെയ്യാൻ വേറൊരാളെ സഹായം തേടാൻ പാടില്ല. നിങ്ങൾ തന്നെ വാട്ടർ ഫില്ല് ചെയ്യണം ബോട്ടിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ഒരു ദിവസം എത്ര ബോട്ടിലാണ് ഞാൻ കുടിക്കുന്നത്. കാരണം പണ്ടത്തെ ആക്ടിവിറ്റീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം വളരെ കൂടി കുറവായിരിക്കും. ചില പേഷ്യൻസൊക്കെ പറയാറുണ്ട് 1 ലിറ്ററിൽ കുറവായിരിക്കും. നമുക്ക് നേരത്തെ റീനൽ ഫെയിലിയറിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാവാമെന്നുള്ളത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ സമയത്ത് മൂത്രത്തിൻ്റെ കളറും കാര്യങ്ങളും വിശദമായിട്ട് പറയാം. അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും മൂത്രത്തിൻ്റെ കളർ എന്താണെന്നും അത് നമ്മുടെ ഹെൽത്തി ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ മിനിമം 30 കിലോഗ്രാം വരെയുള്ളത്, 30 കിലോ വരെയുള്ള വ്യക്തി 30 കിലോന് നിർബന്ധമായിട്ട് 1 ലിറ്റർ വെള്ളം കുടിക്കേണ്ടതാണ്. 90 കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. 60 കിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ 2 ലിറ്റർ നിർബന്ധമായിട്ടും കുടിക്കണം. അത് ഓവറാവാതെ ശ്രദ്ധിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ജങ്ക് ഫുഡുകളുടെ അഥവാ പ്രോസസ്ഡ് മീറ്റിൻ്റെ അമിതമായിട്ട് ഉപയോഗം. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രോസസ്ഡ് മീറ്റൊക്കെ അത് കേടുകൂടാൻ സഹായിക്കുന്ന വ്യത്യസ്ത തരം സാൾട്ട്, ഇൻഡയറക്റ്റ് സാൾട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ ഈ ഇൻഡയറക്റ്റ് സാൾട്ടുകളും അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുകയും
അത് റീനൽ ഫെയിലറിന് വളരെ കോമൺ ആയ കാരണമായി മാറിക്കൊണ്ടിരിക്കാറുണ്ട്. ഇനി എങ്ങനെ ഇത് നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുവിധം റീനൽ ഫെയിലർ കേസുകൾ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാവുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് കൃത്യമായ രൂപത്തിലുള്ള വാട്ടർ ഇൻടേക്ക് പ്രധാനമാണ്. യൂറിൻ യാതൊരു കാരണവശാലും പിടിച്ചു നിർത്താത്തൊരവസ്ഥ വെക്കുക. കാരണം ചില പേരൻസ് പറയാറുണ്ട് മകളിങ്ങനെ ബാത്റൂം പോകാറില്ല ഡോക്ടർ സ്കൂൾ. അപ്പോൾ അവരൊരു കൃത്യം ബാത്റൂം ശരിയാണ്, സ്കൂൾ ക്ലീൻ അല്ല, പക്ഷെ അത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായ സമയത്ത് യൂറിൻ പാസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ റീനൽ ഫെയിലിയറിൻ്റെ ഒരു പരിധി വരെ നമുക്ക് തടയാവുന്നതാണ്. ഇനി റീനൽ ഫെയിലിയറിൻ്റെ സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. റീനൽ ഫെയിലിയറിനെ പ്രധാനമായിട്ടും 5 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കിഡ്നിയുടെ പ്രവർത്തനത്തിനനുസരിച്ചാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 90% കിഡ്നിയുടെ പ്രവർത്തനം സക്സസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാണ്. സെക്കൻഡ് സ്റ്റേജ് അത് 90 മാറി 70 to 80 ആയി. പിന്നെ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ 50 to 60 ആയി. ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 30 to 50 ആയി. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ബിലോ 15 or 20 ആണ്. ഇത്തരത്തിലാണ് നമുക്ക് സ്റ്റേജസ് ഓഫ് കിഡ്നിയുടെ. ഇതിൽ ഫസ്റ്റ് മുതൽ ഫോർത്ത് വരെ, തേർഡ് വരെ നമുക്ക് റീസൈക്കിൾ, കാരണം പൂർണ്ണമായിട്ടും ബാക്കിയുള്ള ഡയറ്റും മെഡിസിനിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻറ്റ് നിർബന്ധമായിട്ടും മെഡിസിൻ പ്രോപ്പറായിട്ട് എടുക്കുകയും ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് എല്ലാവരും പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ക്രിയാറ്റിൻ. യഥാർത്ഥത്തിൽ റീനൽ ഫെയിലിയറുള്ള അസുഖത്തിന് ക്രിയാറ്റിൻ 50% കിഡ്നി ഡാമേജ് ആയാൽ മാത്രമേ ക്രിയാറ്റിൻ റേസ് ഇൻ ബ്ലഡ് ടെസ്റ്റിൽ കാണിക്കാറുള്ളൂ. ബ്ലഡ് ടെസ്റ്റിൽ ക്രിയാറ്റിൻ്റെ അളവ് അബ്നോർമലായിട്ട് കാണിക്കുന്ന കേസ് 50% മുകളിൽ കിഡ്നി ഡാമേജ് ആയാൽ മാത്രമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ് മൈക്രോ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. അത് എല്ലാവിധ ലാബുകളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നിരുന്നാലും നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ റേഷ്യോയിലൂടെ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് നമുക്ക് മനസ്സിലാവും. ഇനി വീട്ടിൽ വെച്ച് തന്നെ, ഞാൻ പറഞ്ഞത് ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. മറ്റുള്ള പേഷ്യൻസ് ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ഓൾറെഡി ഉള്ള പേഷ്യൻ്റ് കൃത്യമായിട്ടും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ തുടർ ചികിത്സയും കാര്യങ്ങളും കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇനി നോർമലായിട്ടുള്ളൊരു പേഴ്സൺ അവർക്ക് തോന്നുകയാണ് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിക്കൊണ്ട് നമ്മുടെ യൂറിൻ പരിശോധിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് ഏറ്റവും പ്രധാനം, നമ്മുടെ യൂറിൻ കളർലെസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഓവറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മുടെ യൂറിൻ ക്ലിയർ ആവാൻ പാടില്ല, ലൈറ്റ് യെല്ലോ നിർബന്ധമാണ്. ഡാർക്ക് യെല്ലോ ആണെങ്കിലോ, ലൈറ്റ് യെല്ലോ യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലാണ്, നമ്മുടെ പ്രോപ്പർ വാട്ടർ ഇൻടേക്ക് പെർഫെക്റ്റ് ആണ്. ഡാർക്ക് യെല്ലോ റേഞ്ചിലേക്ക് വരുമ്പോൾ എന്താണ്, വെള്ളം കൂടി വളരെ കുറവാണ്. പിന്നീട് അത് മാറിയിട്ട് ഓറഞ്ചിലേക്കും ഇതിൽ പോവുകയാണെങ്കിൽ ചെറുതായിട്ട് ലിവറിന് കംപ്ലൈൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഫിഫ്ത്താണ് നമ്മുടെ യൂറിൻ ഉണ്ടാവുന്ന നിറകളും പതകളും, അത് പ്രോട്ടീൻ യൂറിയാണ്. യൂറിനൂടെ പ്രോട്ടീൻ പോകുന്നത്, അത് ചെറുതായിട്ട് കിഡ്നി ഡിസീസിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂറിനിലൂടെ നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് കിഡ്നിയുടെ ഹെൽത്ത് വർദ്ധിപ്പിക്കാമെന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കൃത്യമായിട്ട് അളവിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസാണ്. നിർബന്ധമായിട്ടും യുവാക്കളാണെങ്കിൽ 1 മണിക്കൂർ നിർബന്ധമായിട്ടും നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ വ്യത്യസ്ത തരം എക്സസൈസുകൾ ഹിറ്റ് പോലെയുള്ളതുണ്ട്. ഒരു 15 മിനിറ്റ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1 ഹവറിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന എക്സസൈസുകളുണ്ട്, അത് ചെയ്താലും മതി. പിന്നെ നമ്മൾ ഒബേസിറ്റി കുറയ്ക്കുക, അല്ലെ ബോഡി വെയിറ്റ് 10 to 50% കുറയ്ക്കുക, കിഡ്നിയെ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, കൃത്യമായ രൂപത്തിലുള്ള മെഡിസിൻസ് ഡയബറ്റിക്കിനായാലും ഹൈപ്പർ ടെൻഷനായാലും പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ എടുക്കുകയും അത് കൃത്യമായ രൂപത്തിൽ മോണിറ്ററിങ് ചെയ്യുക. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജങ്ക് ഫുഡുകളും പ്രോസസ്ഡ് മീറ്റുകളും പരമാവധി ഒഴിവാക്കുക. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സാൾട്ടുകൾ കിഡ്നിയെ വളരെയധികം ദോഷം ചെയ്യാറുണ്ട്. ഹോം റെമഡീസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കിഡ്നി ഡിസീസ് വരാതിരിക്കാനുള്ള മുൻകരുതലായിട്ടാണ് പറയണത്. കിഡ്നി പേഷ്യൻസ് ആയിട്ടുള്ള വ്യക്തികൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. പ്രധാനമായിട്ടും നമ്മൾ ആപ്പിൾ സിഡർ വിനെഗർ അത് 2 ടീസ്പൂൺ രാവിലെ രാത്രിയും കഴിക്കുന്നത് ബ്ലഡ് പ്യൂരിഫിക്കേഷനും കിഡ്നിയുടെ ഫംഗ്ഷനും ഇരട്ടിയാക്കാറുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ബെറീസ്, ബ്ലൂബെറീസ് ആയാലും പിന്നെ ബ്ലാക്ക് ബെറീസ് ആയാലും അത് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്ത് വളരെയധികം വർദ്ധിപ്പിക്കാറുണ്ട്. കിഡ്നിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളാണ്. ഒന്ന്, കൃത്യമായിട്ടുള്ള ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. 10 to 50% നിങ്ങളുടെ ബോഡി വെയിറ്റ് നിർബന്ധമായിട്ട് റെഡ്യൂസ് ചെയ്യുക.
പ്രോപ്പറായിട്ട് ഹൈപ്പർ ടെൻഷനും അതുപോലെ ഡയബറ്റിക്കിനും ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ബ്ലൂബെറി, ബ്ലാക്ക്ബെറി എന്നിവ നിർബന്ധമായിട്ട് കഴിക്കുക. ആപ്പിൾ സിഡർ വിനെഗർ 2 ടീസ്പൂൺ മോർണിംഗും ഈവനിങ് കഴിക്കുന്നത് കിഡ്നിയുടെ ഫംഗ്ഷൻ ഇരട്ടിയാക്കാൻ സഹായിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പം കഴിയും. റീനൽ ഫെയിലർ വരാതെ ഇരിക്കുവാനും വളരെ സഹായകരമായിരിക്കും. ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾക്ക് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.